കൊച്ചി മുതല ദേശീയപാതയുടെ ഇരുവശങ്ങളിലും റോഡിലേക്ക് അപകടകരമാവിധം ചാഞ്ഞുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റി സ്വയം സഹായ സംഘങ്ങൾ മാതൃകയായി. കട്ടപ്പന നഗരസഭ 34-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സൗഹൃദ സ്വയം സഹായ സംഘവും യുവ SNGയും സംയുക്തമായാണ് റോഡിലേക്ക് വളർന്നുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റിയത്. ദേശീയപാതയിൽ കാണക്കാലിപ്പടി മുതൽ വെള്ളയാംകുടി വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിന്ന കാടുപടലങ്ങളാണ് വെട്ടിമാറ്റിയത്. കട്ടപ്പന നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളോട് സഹകരിച്ചാണ് സംഘങ്ങൾ ഈ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത്. വളർന്ന് റോഡിലോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ 3-4 മാസക്കാലമായി നമ്മൾ ദേശീയ ഹൈവേ അതോറിറ്റി അറിയിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് 2-3 മാസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്തു തരാമെന്ന് അവർ പറയുകയുണ്ടായി. പക്ഷേ ഇതുവരെയും യാതൊരുവിധ നടപടി ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ 34-ാം വാർഡിലെ സ്വയസഹായ സംഘങ്ങളുടെ എല്ലാ നേതൃത്വത്തിൽ ബഹുമാനായ പ്രധാന പാത ആയതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത്. മഴക്കാലം ശക്തമായിരിക്കെ റോഡിലേക്ക് വലിയ രീതിയിലാണ് കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത്. ഇത് വാഹന കാൽനട യാത്രക്കാർക്ക് വലിയ അപകടക്കണിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ റോഡിന്റെ സൈഡ് വെട്ടിത്തെളിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നത്. തീർച്ചയായിട്ടും ഈ വഴിയിലൂടെ നടന്നു പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, കാൽനട യാത്രക്കാരുണ്ട്. അതുകൂടാതെ നമുക്കറിയാം നിരവധി വാഹനങ്ങൾ ഇതിൽ പോകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വാഹന അപകടങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ പോലും PWD ആയിട്ട് ബന്ധപ്പെട്ട് പലരും പലയിടത്തു നിന്നും പറഞ്ഞു അത് റോഡിന് വീതിയില്ലാത്തതുകൊണ്ടാണെന്ന്, കാട് വെട്ടിത്തെളിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞെങ്കിലും നിലവിലെ ഒരുപാട് വാർത്തകൾ ഈ കാട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നതിനെ പറ്റി ഒരുപാട് വാർത്തകൾ ചാനലുകളിൽ കൂടെ നിറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും കയറ്റിറക്കങ്ങളും വലിയ വളവുകളുമുള്ള ഒരു പാതയാണിത്. വളവുകൾ ഉള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത്. ഇവയെല്ലാം വെട്ടിമാറ്റി. ഈ പാതയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് ഈ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.